സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ പരിയാരം ഇടവകയിലെ ഔസേപ്പട്ടനാണ്. കാവുങ്കൽ ഔസേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ വലിയ കൃഷിക്കാരനാണ്. അതിന്റെ കൂടെ വലങ്കയായിട്ട് നമ്മുടെ ബ്രിജിത്തമ്മയുണ്ട്. രണ്ടുപേരും കൂടി അവരുടെ ചെറുപ്പകാലത്ത് വളരെ നന്നായിട്ട് ഈ ഭാഗത്ത് കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ വയ്യാണ്ടായി എങ്കിൽ തന്നെയും അന്നത്തെ നല്ല കൃഷിക്കാരനും കൃഷിക്കാരത്തിയുമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഔസേപ്പ് ചേട്ടന്റെയും ബ്രിജിത്തമ്മയുടെയും വിശേഷം നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് ചിങ്ങം 1 കർഷക ദിനമാണല്ലോ. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പരിയാരം ഇടവകയിലെ മുതിർന്ന കൃഷിക്കാരെ ഒന്ന് പങ്കുവെക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരിടമാണിത്. അതുകൊണ്ട് ഈ ഒരു വലിയ പരിപാടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടാണ് ഇവർ സംസാരിക്കുക. ഓക്കെ, നമുക്ക് ഇവരുടെ ഈ അനുഭവങ്ങൾ കേൾക്കാം. എനിക്ക് ആദ്യകാലത്തൊക്കെ കൃഷിയായിരുന്നു. അപ്പൊ ആ കൃഷിയിലൊക്കെ ഞാൻ തന്നെ കൃഷി ചെയ്യും. ഉഴവ്, നിരത്ത്, ഈ ചെരുപ്പുമുട്ടി ആയിരുന്നു അന്ന്. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ തന്നെ പണികളൊക്കെ ചെയ്യും. ഒരു മൂരി മേടിച്ചു. അപ്പൊ അത് ആ മൂരികളും പൂട്ടി ഞാൻ തന്നെ എല്ലാം. 2 മണിക്ക് ഞാൻ എനിക്ക് കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ടാണ് പാടത്തേക്ക് പോവാ. പണിക്കാരുടെ കൂടെ ഞാനും പണിയെടുക്കും. ആളും മുന്നേ പോയി ഉഴമീൻ തുടങ്ങും. പിന്നെ വിതയ്ക്കാണ്ടെങ്കിൽ വിതയ്ക്കും. ഞാറുവേലിക്ക് ഞങ്ങൾക്ക് നിരത്തി ഒക്കെ തരും. ഞങ്ങളതങ്ങനെ പണിക്കാരും വെച്ച് ഞാനും നടും, അവരും നടും. അപ്പോഴേക്ക് ഇവിടുന്ന് കട്ടൻ കാപ്പി കൊണ്ടുപോകണം, 11 മണിക്ക് കഞ്ഞി കൊണ്ടുപോകണം. ഇതെല്ലാം ഈ 2 മണിക്ക് എൻ്റെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവാ. 2 മണിക്ക് എനിക്ക് കഞ്ഞിയും കറിയും വെച്ച് കാപ്പിയും വെച്ച് ഉച്ചക്കൽക്കുള്ള ചാറ് കറിയും വെച്ചിട്ട് ഞാൻ പോകുന്നു പാടത്തേക്ക്. അവർ 1 മണിക്ക് ഞാൻ കുറച്ച് ഞാറ് വലിക്കും, കൊയ്യാണിയോടുകൂടി 2 ചുറ്റ് കൊയ്യും. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചു പോന്നെ. ഇപ്പോഴും എനിക്ക് വയ്യാണ്ടുപോയി. കൃഷിയും എനിക്ക് വെക്കാനാല് വെള്ളമില്ല, വിതയ്ക്കാൻ. അപ്പോൾ ഞങ്ങൾ കൃഷി നിർത്തി. എൻ്റെ തെങ്ങ് വെച്ചു, കൊള്ളി നട്ടു. വെള്ളം കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ എള്ള് വിതയ്ക്കും, പിന്നെ ചാമ വിതയ്ക്കും. അങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരുന്നു. പിന്നെ വെള്ളമില്ലാണ്ടായപ്പോൾ ഞങ്ങൾ തെങ്ങ് വെച്ചു. അതിനിടയ്ക്ക് തെങ്ങിൻ്റെ വടവിലൊക്കെ കൊള്ളി കുത്തായിരുന്നു. കൊള്ളി കുത്തി കഴിഞ്ഞപ്പോൾ ജാതിയും അടയ്ക്കാമരവും തെങ്ങും ഒക്കെ വലുതായി. അപ്പോൾ ഇതൊന്നും ചെയ്യണില്ല. കൊള്ളിയൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ കറിക്കൊക്കെ ഇപ്പോഴും ഉണ്ടാക്കും. പയറ് കുത്തും, കൂർക്ക നടും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഔസേപ്പ് ചേട്ടൻ എപ്പോ പാടത്തേക്ക് പോകും? 5 മണിക്ക് പോരും. 5 മണിക്ക് പോകും. ഓക്കെ, ഔസേപ്പ് ചേട്ടൻ 2 വാക്ക് പറയൂ കൃഷിയെ കുറിച്ച്. അന്ന് എത്ര മണിക്ക് പാടത്തേക്ക് പോകും? 5-5:30 പോകും. ഓക്കെ, എന്നിട്ട് എപ്പോ പാടത്തുനിന്ന് കയറും? കയറുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും. പിന്നെ ഉച്ച തിരിഞ്ഞ് വരമ്പ് കള, വരമ്പ് വെപ്പ്, അങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഇത് ഉഴാനായിട്ട് മൂരിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല? എന്തൊക്കെ ഉണ്ടായിരുന്നു മൃഗങ്ങളൊക്കെ? 2 മൂരിയുണ്ട്. അത് കരിനൊകം, കരി, ഞവരി, ചെരുപ്പ് മുട്ടി, ഇതൊക്കെ പാടത്തേക്ക് കൊണ്ടുപോകും. ഇതിനൊക്കെ വേണ്ടിട്ടേ ഇതിന്റെ കട്ട ഉടയ്ക്കും ചെരുപ്പ് മുട്ടി കൊണ്ട്. അതതിന്റെ വിതയ്ക്കാറാവുമ്പോ നടാറാവുമ്പോ ഞവരും കൊണ്ട് നിരത്തും. അങ്ങനെ നടയും മരക്കൊക്കെ ചെയ്യും. പശുവിനെ കറക്കുമായിരുന്നോ? പശുവിനെ ഞാനെ കറക്കാൻ. ആള് പശുവിനെ കറക്കൂല. പിന്നെ ഞാൻ പുല്ലൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞപ്പുറം വരെ പോയി കൊണ്ടുവരും. പിന്നെ കങ്ങാട്ടി പോകും പുല്ല് കിട്ടാണ്ടാവുമ്പോളേ. അങ്ങനെ ഞങ്ങൾ 2-3 പെണ്ണുങ്ങളുണ്ടാവും കൂടി അവിടെ നിന്നൊക്കെ പുല്ല് കൊണ്ടുവരും. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ്, 3 പൂവും വിതയ്ക്കും. കൃഷി തന്നെ അങ്ങനെയായിരുന്നു. പിന്നെ 2 ലാസ്റ്റ് പഞ്ഞിക്കായും തേങ്ങയൊക്കെ എടുത്തു തുടങ്ങിയപ്പോൾ കാളവണ്ടി ഉണ്ടാക്കി. ചുമന്ന് കൊണ്ടുവരും ഞങ്ങള്. പിന്നെ വീടുകളിൽ കൊയ്യുന്നവരും പിന്നെ കുട്ടികളൊക്കെ ഇവരൊക്കെ കൊണ്ടുവരായിരുന്നോ? കറ്റ കൊണ്ടുവരും. ഇവരൊക്കെ ഒത്തിരി ഒരു 4ാം ക്ലാസ് ഒക്കെ ആയപ്പോ ഇവരും കറ്റ കൊണ്ടുവരും. ആള് ഇങ്ങനെ വല്ലതിനൊക്കെ പോവും കച്ചവടത്തിനൊക്കെ. അപ്പൊ ഞാൻ തന്നെ കൊയ്യുമ്പോ ഒരു കറ്റ അന്നെ സഹായിക്കാൻ വരും. ഇവരെല്ലാവരും വരും. മൂത്തവൻ കൊയ്യും ചെയ്യും. വെച്ചിട്ട് അത് കാറ്റത്തിട്ട് ഇവിടെ സൂക്ഷിക്കും. പിന്നെ മേടിക്കണ നെല്ല് അതൊക്കെ പാടെ ഞങ്ങൾ പൊയിഞ്ഞ് ഉണക്കി അരിയാക്കി കൊടുക്കും. നെല്ല് 50,000 മരങ്ങളൊക്കെ ഒരു കൊല്ലം മേടിക്കും. ഓരോ പൊയിനും അതൊക്കെ ഇവിടെ ചെമ്പിലിട്ട് പുഴുങ്ങും. പുഴുങ്ങിട്ട് ലാസ്റ്റ് വേളവണ്ടി ആയി ഒരുമിച്ച് നോക്കണ്ട. പിന്നെ എന്റെ മച്ചോ 2 മുഴുക്ക് പൊങ്ങിട്ടിട്ടൊക്കെ പള്ളിക്ക് പോവാ. ഉച്ചക്കുർബാനക്ക് പോണ്ടേ 2 മുഴുക്ക് പൊങ്ങും. അല്ലെങ്കിൽ ഇത് പൊങ്ങി തീരൂലല്ലോ. സഹായിക്കാൻ പോരൊക്കെ കുഞ്ഞുങ്ങളല്ലേ, ഒരു നായില്ല.
പിന്നെ അത് ഇട്ടോ റോഡിലിടണം, മുറ്റത്തൊന്നും ഇടാൻ പറ്റില്ല. റോഡിന്റെ പക്കത്ത് ഇട്ടുണ്ട് അടുക്കിട്ടുണ്ട്. ഞാൻ പള്ളി പോകും, കുർബാന ഞാൻ വന്ന് എത്തിട്ട് ചിക്കും. വർഷകാലത്ത് പൊഴിഞ്ഞിട്ട് എന്തിനായിട്ടെന്ന് അറിയാമോ? ഇത് ഉണങ്ങി കിട്ടണ ഈ ചെമ്പിലിട്ട് വറുത്തിട്ട് അരിയാക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാ. 75 കിലോ അരിയുടെ നെല്ലിയ ഒരു ദിവസം വറുക്കും. പഞ്ഞിക്കായ, തേങ്ങ, കുരുമുളക്, മരോട്ടിക്കുരു, പിന്നെ പുളിയാണ് ഞങ്ങൾ തുടക്കം തുടങ്ങിയത്. അന്ന് അത്ര ഇതൊന്നുമില്ല ജീവിക്കാനായിട്ടേ. കൊടുക്കും, ചാലക്കുടി കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയായിരുന്നു. അതൊക്കെ അന്നൊക്കെ ആള് പിന്നെ കൊണ്ടോക്കോളൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതാരും കൊണ്ടുപോകും. ബസ്സില് അന്ന് ഇവിടുന്ന് ബസ്സില് ബോസ് സ്റ്റേഷന്റെ അവിടെ പോണം, അങ്ങനെ കൊണ്ടുപോകും. പിന്നെ മറ്റു പശുവൊക്കെ എങ്ങനെ വളർത്തൽ? പശു ഇങ്ങനെ ഞാൻ പുല്ലരിയും കറക്കും. ആൾ ചിലപ്പോ ഒഴിവില്ലെങ്കിൽ ആ പാല് കൊണ്ടുപോകും ആള്. എനിക്ക് ഒഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. കാലത്ത് ഉച്ചക്ക് ഞാൻ കൊണ്ടുപോകും. കൃഷിക്ക് എന്തെല്ലാം നെല്ല് വിത്തായിട്ട് ഉപയോഗിക്കും? അത് ആദ്യം പട്ടാമ്പി മുണ്ടോത്തിന്, വിരിപ്പിന് അഗ്രികൾച്ചർ, പിന്നെ അയ്യാറെട്ട് മുണ്ടോത്തിന് കൂട്ടുമുണ്ട, അതൊക്കെ വരയ്ക്കും. അങ്ങനത്തെ വിത്തുകളൊക്കെ. ഏതെല്ലാം സമയത്താണ് ഏതെല്ലാം കൃഷി ചെയ്യുന്നത്? അതിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. പുഞ്ച ഏത് സമയത്ത്? പുഞ്ച പതിക്കുന്നത് ഈ മകരമാസം, ഈ പിന്നാലെ പുഞ്ച പതിക്കും. 28 ചാലും 30 പതിക്കും. ഫെബ്രുവരി ആവും. ഈസ്റ്ററിന് മുമ്പൊക്കെ ആയിട്ട് കൊയ്യും. അടുത്തത് കൃഷിയുടെ പേരുന്ന മുണ്ടകായ്. മുണ്ടകൻ മതിക്കുന്നത് കന്നിമാസത്തില്. അത് ഡിസംബർ ജനുവരിയോടുകൂടി കൊയ്യും. അടുത്തത് ഒരു വിരിപ്പിന് ഈ ഇടവ മാസം ആകുമ്പോഴേക്കും ഇടവപ്പാതി അവിടെ ചുപ്പാട് ഞാൻ വിതയ്ക്കും. അത് കന്നിമാസം ആകുമ്പോഴേക്കും കൊയ്തെടുക്കും. അതിന്റെ പിന്നാലെ കൂടെ മുണ്ടകം വിതയ്ക്കും. അങ്ങനെയാണ്. മുണ്ടകം വിതയ്ക്കലല്ല, ഞാറ് ഇട്ട് നടലാണ് പതി. വിതയ്ക്കലില്ല. വിതച്ചാ ഈ വെള്ളത്തിലൊക്കെ പൊന്തി പോവില്ല. അപ്പൊ അത് കാരണം നടുള്ളൂ. ഞാറ് ഇട്ട് നട്ട് കൊയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. കാളവണ്ടി കൊടുക്കാം. അല്ല, ഒരുപാടും വേണ്ട മുരികള്. അപ്പൊ 2 ചെറിയ മുരികളായിരുന്നു. കാളവണ്ടിക്ക് വലിയ മുരികള് കഴിച്ചു. അപ്പൊ അതിറ്റങ്ങളെ കൊണ്ട് തന്നെ പാടത്ത് വിടാൻ കൊണ്ടുപോകും. മൂരിക്ക് തവിട്, മുതിര, വയറ് നിറയെ തവിട് ചെല്ലി കൊടുക്കും. പിന്നെ മുതിര ഇടിച്ചു കൊടുക്കും. ഇവർക്ക് നീർക്കിട്ടില്ലാണ്ടിരിക്കായി അങ്ങനെയൊക്കെ കൊടുക്കും. ഈ പാടത്ത് വെള്ളം എവിടുന്ന് കിട്ടും? വെള്ളം ഈ കനാല് വെള്ളം ഉണ്ടല്ലോ, അത് പോയി ഇവര് രാത്രി 2 മണിയാകുമ്പോ പുഞ്ച വയ്ക്കുമ്പോൾ അത്ര കൊണ്ടു. രാത്രിക്ക് കഴിഞ്ഞിട്ട് പോയി 2 മണിയാകുമ്പോ പോയി വെള്ളം തിരിച്ചാക്കും. 2 മണിക്ക് പോകും. അല്ലെങ്കിൽ വെള്ളം കിട്ടില്ല. അവര് ഇവിടെ ഒക്കെ തുറന്നു കഴിയുമ്പോളേ നമ്മുടെ പവിട്ടിന്ന് പിന്നുള്ളവർ തുറക്കൂല. അപ്പൊ ആ നേരത്തെ എല്ലാവരും ഉറങ്ങല്ലേ, ആ നേരത്ത് പോയി ആള് വെള്ളം തിരിച്ച് വെള്ളാക്കും. അങ്ങനെയൊക്കെ പോയി ജീവിച്ചായിരുന്നു. ഇതൊന്നും പറ്റില്ല ഓർക്കുമ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോരം കഷ്ടപ്പാട് മുഴുവൻ പെട്ടു. എന്തിനെന്തോരം കഷ്ടപ്പാടപ്പെട്ടത് എന്തിനാന്ന് ഞാൻ ചോദിക്കണേ. ഇപ്പൊ പണ്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കൃഷിക്കാരായിട്ട്, അവരെല്ലാരും കൂടി ഒരുമിച്ച് കൂടി അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അയൽവക്കാരെല്ലാവരും കൃഷിക്കാരായിരുന്നു. എല്ലാവരും കൃഷിക്കാരെന്ന് വെച്ചാൽ കൂട്ടുകൂടലൊക്കെ കുറവാ. ഈ പഞ്ഞിക്കായും കുരുമുളകൊക്കെ പൊടിയാൻ പോകുമ്പോ ആൾക്ക് കൂട്ടുണ്ടാവും. അല്ലാണ്ട് കൃഷിക്ക് ഞങ്ങൾ ആരും കൂട്ടില്ല. ഞങ്ങൾ തന്നെയാണ് എല്ലാവരും. പാടത്തുണ്ട്. അത് അവര് കൂട്ടുകൂടാനൊന്നും നിൽക്കില്ല. അവർക്ക് ഞങ്ങളെ എപ്പോഴും പിന്നെ എല്ലാവരും ആളെ കളിയാക്കും. ഔസേപ്പ് വെച്ചത് 200 പോലെ നല്ല നെല്ലാവും. അവർക്കൂടെ ഒന്നും അത്ര നന്നാവൂല. അപ്പൊ ഞങ്ങള് കളിയാക്കും. ഔസേപ്പിന്റെ നെല്ലിക്കണോക്കി 200 പോലെന്ന് പറയും. പിന്നെ അതിനുള്ള വളം ചെയ്യും. പുല്ലൊക്കെ ഇല്ലാണ്ട് നോക്കും. അവര് വരച്ചിട്ടുണ്ടാണ് പോവേ. ഞങ്ങള് നോക്കിക്കൊണ്ടിരുന്നു. എപ്പോഴും പാടത്ത് തന്നെയായിരുന്നു. എനിക്ക് ആദ്യകാലത്തൊക്കെ കൃഷിയായിരുന്നു. അപ്പൊ ആ കൃഷിയിലൊക്കെ ഞാൻ തന്നെ കൃഷി ചെയ്യും. ഉഴവ്, നിരത്ത്, ഈ ചെരുപ്പുമുട്ടി ആയിരുന്നു അന്ന്. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ തന്നെ പണികളൊക്കെ ചെയ്യും. ഒരു മൂരി മേടിച്ചു. അപ്പൊ അത് ആ മൂരികളും പൂട്ടി ഞാൻ തന്നെ എല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ ജോലികളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കൃഷിയുടെ കുറച്ച് കുറഞ്ഞപ്പോ വെള്ളം കിട്ടാണ്ടായപ്പോ ഈ ചെറിയ തുക്കള കച്ചവടങ്ങളായി. മരോട്ടിക്കുരു, പഞ്ഞിക്കായ, കുരുമുളക്, പഞ്ഞ, ആളികേരം, അങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളായി. അതിൽ നിന്നൊക്കെ മെച്ചപ്പാടൊക്കെ കിട്ടി.
അങ്ങനെയാണ് ഈ കൃഷി പണ്ട് സ്ഥലങ്ങളൊക്കെ. കാളവണ്ടി ഉണ്ടായിരുന്നാ? ആ, കാളവട 2 കാളയുടെ വണ്ടിയാണോ? ഒരു കാളയുടെ? രണ്ട് കള്ളട 2 കാള. രണ്ട് കാണാം. അത് ഞാൻ തന്നെ പോയി മരൊട്ടിക്കൊരു കഞ്ഞിക്കായ ഇതൊക്കെ ഞാൻ തന്നെ കാളവണ്ടിക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കൊണ്ടുവരും. ഞാൻ തന്നെ ഇറക്കിയിടും. അപ്പൊ സഹായിക്കും. കഞ്ഞിക്കായൊക്കെ ഈ തമിഴ് വണ്ടികൾ വരും. ഇവിടെ ഞങ്ങൾ ചാക്കിൽ മറച്ച് ചാക്കിൽ മറച്ച് ഒരു ചാക്കിൽ 300 പഞ്ഞിക്കായ. അങ്ങനെ തമിഴ്മാര് അങ്ങനെ എത്ര പൈസ കിട്ടുമായിരുന്നു? പൈസ ഒക്കെ 300 പഞ്ഞിക്കായ്ക്ക് അത് 100-ന് 25 രൂപ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് നമ്മള് ഓടുവീടായിരുന്നു. അപ്പൊ അതിലൊക്കെ പഞ്ഞിക്കായകൾ ഇങ്ങനെ നിറച്ച് അപ്പൊ ഈ തമിഴന്മാരുടെ വണ്ടികള് വരും. അതിന് ഏജന്റ് ഉണ്ട്. അവർ വഴിയായിട്ട് ഇത് കയറ്റി കൊണ്ടുപോകും. ഓരോ കൊല്ലത്തിൽ 2-3 തവണ വന്ന് പഞ്ഞിക്കായ കയറ്റി കൊണ്ടുപോകും. ഈ നെല്ല് കൊയ്യാൻ സഹായിക്കുന്നവർക്ക് എത്ര പറ കഴിയുമ്പോൾ ഒരു പറ കൊടുക്ക? അത് 6-1, 7-1, 6-1, 7-1 അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ സീസൺ മെച്ചപ്പാടുകളിലേക്ക് കിട്ടിയില്ല. അങ്ങനെ കൃഷിസ്ഥലം എടുത്തു. അങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ എങ്ങനെയൊക്കെയാ പോവാൻ പറ്റാതെ ഈ ജോലിക്കിടയിലൊക്കെ? പള്ളിയിലൊക്കെ 5 മണിക്ക് മഠത്തിൽ കുർബാനയുണ്ട്, അതിന് പോകും. പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പോകും. കുടുംബ പ്രാർത്ഥന ഉണ്ടാവും. എത്ര ജോലി ഉണ്ടെങ്കിലും കുർബാനയും കുടുംബ പ്രാർത്ഥന മുടക്കൂല. മുടക്കില്ല. വളരെ ബുദ്ധിമുട്ടിലൊക്കെ ജീവിച്ചു. പിന്നെ ഈ തണുത്തുകൊണ്ടൊക്കെ ജീവിച്ച മെച്ചപ്പാടുകൾ കിട്ടി. അങ്ങനെ വലിയ തെറ്റില്ലാണ്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും കൃഷിയൊക്കെ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ കൈകോപ്പിൽ കുറച്ച് ചേമ്പ് നട്ടുണ്ട്, ചേന നട്ടുണ്ട്, ഇഞ്ചി നട്ടുണ്ട്, അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ചൊക്കെ കളിക്കും. അടുത്ത തലമുറയ്ക്ക് എന്തിട്ടാണ് സന്ദേശം പറയാനുള്ളത്? നമ്മുടെ പിള്ളേരോട്, കുട്ടികളോടൊക്കെ കുറച്ചൊക്കെ പണിയെടുത്ത് ഒരു ജീവിക്കട്ടെ, അങ്ങനെ ശരിയാവപ്പ. എനിക്ക് ഇപ്പോൾ നീരെടുത്തോണ്ടിരുന്നില്ലെങ്കിൽ ആശ്വാസമില്ല. ഞാൻ അങ്ങനെ പഠിച്ചു പോയി. അതായിരുന്നേ എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നൂല. പിന്നെ പാടത്ത് കൂർക്കൊക്കെ നട്ടായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം നട്ടല്ലേ, തല നിൽക്കുന്നുണ്ട്. പുല്ലുകാരന്റെ മുന്നോട്ട് കളിച്ചാൻ പറഞ്ഞിട്ടേ. എത്ര സമയം എടുക്കും വെള്ളം കിട്ടാനായിട്ട്? 4-5 മാസം. ചേമ്പിനൊക്കെ 5-6 മാസം വേണം ഉണ്ടാവണ്ടേ. മഴ പെയ്യുമ്പോ നട്ടാ ഈ ഡിസംബർ ഒക്കെ നമ്മളെ പറിക്കാൻ പറ്റുള്ളൂ. നവംബർ ഡിസംബറിൽ പറിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ പണ്ടൊക്കെ വെയിൽ കൊള്ളൂല്ലോ, രാവിലെ തൊട്ട് ഉച്ച മുതൽ വൈകിട്ട് വരേക്ക് പാടത്ത് പണിയുമ്പോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെ കുറിച്ച് വെയിലിങ്ങനെ കൊണ്ട് നിൽക്കും, മഴയാണെങ്കിൽ മഴയത്ത് നിൽക്കും, അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് കയറിയിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, പണി നടക്കൂലല്ലോ. അതായിരുന്നു അതൊക്കെ മഴ കൊണ്ടും വെയിൽ കൊണ്ടൊക്കെ എടുക്കും. വെയിലൊന്നും വിഷയമല്ലെന്ന്. എന്തോരം വെയിലുണ്ടായാലും ചൂട് തോന്നൂല. അങ്ങനെയാണ് അന്നത്തെ കാലം. ചൂട് തോന്നാത്തത് നമ്മൾ ചെറുപ്പമാണ്. പിന്നെ ജോലി എടുത്ത് തീരുന്നുള്ളൊരു ജ്വരാണ്. അതുകൊണ്ടാണ്. അതന്നെ എടുക്കട പണി തീരണം. പിന്നെ ഇവിടെ വരുമ്പോ ഇവരൊക്കെ ചെറുതുകളല്ലേ, ഇവരെ കുളിപ്പിക്കണം. അന്ന് മോട്ടറൊന്നും ഇല്ല, വെള്ളം കിണറിന്ന് കോരണം. കോഴി കുട്ടികളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ട്. കുട്ടികൾ നല്ല ഭാവിക്ക് തോന്നൂല. വെയിലൊന്നും മഴ കൊള്ളുമ്പോ വെയിൽ കൊള്ളുമ്പോ തോന്നൂല. പക്ഷെ ഉള്ളപ്പോ പുല്ല് പറിച്ച് നല്ല മഴയത്ത ഈ തൊട്ടി കൊണ്ടേ കഴുക. അപ്പൊ ആ വെള്ളത്തോടു കൂടി ഇങ്ങനെ ഏറ്റു വരും. ഇവിടെ വരുമ്പോ ഒന്ന് കുളിക്കും. പണ്ടൊക്കെ ഓലപ്പുരുണ്ട്, ഓലപ്പുര. പണ്ടൊക്കെ ഈ ഓലൊക്കെ മെടയൂലോ? ഓല പണഞ്ഞുണ്ട്. ഓല പണഞ്ഞ് ഞങ്ങൾ കൊറേ കൊടുക്കും. കൊടുത്തിട്ട് ഡ്രസ് മേടിക്കും. കൊറേ മക്കൾക്ക് എനിക്കൊക്കെ ഡ്രസ് മേടിക്കും. ഞങ്ങൾ ഇളയവളും കൂടെ എന്റെ കൂടെ. മൂത്താളെപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് പോയി. പണ്ടത്തെ ചൂലൊക്കെ വീട്ടിലുണ്ടാക്കല് ചെയ്യാറ്. ഇപ്പോഴും അങ്ങനെ തന്നെയാ, വീട്ടിലുണ്ടാക്കാണ്. ഞങ്ങൾ ചൂലുണ്ടാക്കി അടിക്കണേ. മേടിക്കണ ചൂല അവളെ അടിക്കണേ. ഞാൻ എപ്പോഴും ചൂല കൊണ്ട് അടിക്കണേ. ഈ പുല്ല് ചൂല കൊണ്ട് ഇങ്ങനെ അടിക്കാൻ പറ്റില്ല, കൊടിഞ്ഞു പോകും. വീട്ടിൽ ചൂല നമുക്ക് ഓടിയിട്ട് അടിക്കാം, മാറാമ്പല അടിക്കുക, ജനല അടിക്കൊക്കെ ചെയ്യാം. ഈ ചൂല കൊണ്ട് അടിച്ചാൽ നുറുങ്ങി പോകും.